വാവിൻ്റെ അന്നത്തെ ദിവസം രാവിലെയുള്ള വിശേഷങ്ങളാട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് രാവിലെ വിഷ്ണുവിന് 6 മണിക്കാണ് ജോലിക്ക് കയറേണ്ടത്. അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് എൻ്റെ ജോലികളൊക്കെ തീർത്തിട്ട് പിന്നെ കുളിച്ച് വന്നത് ആ വിളക്ക് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് എല്ലാ ദിവസവും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വിശേഷ ദിവസങ്ങളിലൊക്കെ രാവിലെ എഴുന്നേറ്റ് തൂത്ത് തുടച്ച് കുളിച്ച് വന്ന് വിളക്ക് കത്തിക്കാനാണ് എല്ലാ പ്രാവശ്യത്തെ ഒരു പതിവാണത്. അപ്പോൾ ഇന്ന് വാവായതുകൊണ്ടിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് അത് കഴിഞ്ഞിട്ട് അപ്പോൾ വിഷ്ണുവിന് പോകാനായിട്ടാണ്. അപ്പോൾ അവൻ്റെ ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്ത് അവൻ 6 മണിക്ക് ഇന്ന് ജോലിക്ക് കയറണം. അപ്പോൾ 5:45 കഴിയുമ്പോൾ അവൻ ഇറങ്ങും കേട്ടോ. ആ സമയത്തേക്ക് നേരമൊക്കെ ഒരുവിധം വെളുത്തിട്ടുണ്ടേ, നേരമൊക്കെ വെളുത്ത് വരുന്നുണ്ട്. ഇനി ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഏട്ടനെ ഇന്ന് ബലി ഇടണം അവിടെ അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ പിള്ളേർ രണ്ടാളും ഉറക്കാണ്. അപ്പോൾ രണ്ടാളെ അമ്മയുടെ കൂടെ കിടത്തിയിട്ട് ഞാനും ഏട്ടനും മാത്രമായിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകാൻ റെഡിയായി ഇറങ്ങിയിട്ട് അപ്പോൾ കുറച്ച് അങ്ങോട്ട് ബൈക്കിൽ ആദ്യം പോയത് കേട്ടോ. കുറച്ച് അങ്ങോട്ട് ദൂരം ചെന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ ഏട്ടൻ്റെ വണ്ടിയും ഇടയ്ക്ക് വെച്ച് ഓഫായി പോയിട്ട് പിന്നെ അത് ഓണാവുന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് കാർ എടുത്തിട്ടാട്ടോ പോയത്. അപ്പോൾ ആദ്യം ബൈക്കിൽ പോയ ആ കാര്യങ്ങൾ ആദ്യം കാണിച്ചേ. ഇപ്പോൾ കാറിൽ പിന്നെ പോവാണ്, തിരിച്ച് വന്ന് വണ്ടി എടുത്തിട്ട് പോവാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ പോകുന്ന വീടിൻ്റെ അടുത്ത് തന്നെയുള്ള നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ശിവൻ്റെ ക്ഷേത്രത്തിലേക്കാട്ടോ. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബലിയിടാൻ പോയത് ചേലാമറ്റത്താണ്. അത് ഏട്ടനെ ഒറ്റയ്ക്ക പോയാൽ ഞാൻ പോയിട്ടുണ്ടായില്ലേ. അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഇപ്പോൾ അടുത്താണല്ലോ എന്ന് ഓർത്തിട്ട് ഞാനും കൂടെ പോയതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാവരും അല്ലെങ്കിൽ വേറെ പുറത്തുനിന്നൊക്കെ വന്ന് ഇത് ശിവൻ്റെ ക്ഷേത്രമാണല്ലോ, അപ്പോൾ പ്രത്യേകത ഇവിടെയാണല്ലോ എന്ന് ഓർത്തിട്ട് ഇവിടെ വരുന്നതായിരിക്കും കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. എല്ലാ ഭാഗത്തും നോക്കിയാലും എല്ലായിടത്തും ഓരോ സ്ഥലത്തേക്കുള്ള ക്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളും ഓരോരുത്തരോട് ചോദിച്ചു ഇത് എന്തിനുള്ള ക്യൂ ആണ് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ബലി ഇടാനായിട്ടുള്ള ക്യൂ ആണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ കയറിയിട്ടാം. അപ്പോൾ ഇങ്ങനെ അതിനുള്ള റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതും കണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ അവർ പറഞ്ഞൊക്കെ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞതായിട്ട് അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഇനി നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ ബലി ഇട്ടിട്ട് വെക്കുന്ന സ്ഥലമുണ്ട്. ഈ ബലിച്ചോറ് വെക്കാനായിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ച് ചോറും വെച്ചിട്ട് പ്രാർത്ഥിച്ച് പോരാനാണ് അവർ പറഞ്ഞേട്ടാ. അപ്പോൾ അതുപോലെ ചെയ്യാണേ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടായിരുന്നു. വെച്ചാൽ ഇത്രയും തിരക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ചെന്നു, ഇത്രയും തിരക്കുണ്ടാവുമെന്ന്. ആദ്യമായിട്ട് പോകുന്നത് കൊണ്ടിട്ട് നമ്മൾ ഇങ്ങനെ സാധാരണ ഒരു തിരക്കൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. കുറേ അധികം ആളുകൾ, വണ്ടിയൊന്നും വെക്കാനൊന്നും സ്ഥലമില്ല. പിന്നെ കുറേ മാറ്റിയാണ് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് തിരിച്ച് കുറേ നടന്ന് ഇങ്ങോട്ട് വന്നിട്ടാണ് അമ്പലത്തിലേക്ക് വരുന്നത് തന്നെ. അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ നല്ല രസമുള്ളൊരു അമ്പലമാണ് കേട്ടോ. നിറയെ വലിയ കുളമൊക്കെ ആയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇത്ര അടുത്താണെങ്കിലും ഞാൻ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. വലിയൊരു കുളമൊക്കെ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട്. വിഷ്ണുവും ശിവനും ഒക്കെ ഉള്ളൊരു ക്ഷേത്രം 2 ക്ഷേത്രമായിട്ടാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. വിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട്, ശിവൻ്റെ ക്ഷേത്രമുണ്ട്. കുറേ പേരൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബലിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യും കാലും ഒക്കെ കഴുകി മുഖമൊക്കെ കഴുകിയിട്ട് വേണം അമ്പലത്തിൽ കയറിയിട്ട് പ്രസാദമൊക്കെ വാങ്ങാനേ. പിന്നെ ഞങ്ങൾ കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ട് ഇനി അമ്പലത്തിലേക്ക് കയറി പ്രാർത്ഥിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അമ്പലത്തിലേക്ക് പോവാണ് ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം അവിടേക്ക് ഞങ്ങൾ ചുറ്റി നടന്ന് കുറച്ച് നേരമൊക്കെ. എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് ആദ്യമായിട്ടല്ലേ ചെല്ലണേ, എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഓരോ സ്ഥലത്ത് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനായിട്ട് എന്താ ചെയ്യേണ്ടത്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ അറിയാനായിട്ട് അവിടേക്ക് നിന്ന്. പിന്നെ അവിടെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും പഴമൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്നതല്ല അതും വാങ്ങി പോരാന്ന് പറഞ്ഞ് കുറച്ച് ഞാൻ മാത്രമേ വാങ്ങിയുള്ളൂ, വാങ്ങി പോകുന്നു. പിന്നെ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും പിള്ളേരൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അമ്മ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോയി. ആ സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാം ആക്കിയെടുത്തിട്ട് ഇനി ഞങ്ങളത് കഴിക്കാൻ പോവാണ്. ഞാനും അമ്മയായിട്ടും ജോലിക്ക് പോയിട്ടോ. ഏട്ടന് ഇന്ന് ലീവൊന്നുമില്ല. അപ്പോൾ ഏട്ടൻ ജോലിക്ക് പോയി. ഞങ്ങളിനി കഴിച്ച് പിള്ളേർക്കും കൊടുത്തിട്ട് ഞാനും അമ്മ ഇനി കഴിക്കാൻ പോവാണേ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ വെക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തലേദിവസം അരച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ ആക്കി വെച്ച് ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ആക്കി വെച്ചാൽ വേഗം കാര്യങ്ങളൊക്കെ തീരുമല്ലോ, അങ്ങനെ ആക്കുന്നതാട്ടോ. പിന്നെ ഇനി ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ എല്ലാം തലേദിവസം ഒരുവിധമൊക്കെ ഒതുക്കി വെക്കുന്നതാണ്. ഇപ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഒന്നേന്ന് തുടങ്ങണം എനിക്കിന്ന് പണികളൊക്കെ. അപ്പോൾ അത് ആദ്യം തന്നെ ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് കറികൾ ഓരോന്നോരോന്നായി വെക്കാം. കറികൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ചോറും അപ്പോൾ റെഡിയാകും. അപ്പോൾ എല്ലാം ഒരുവിധം തീരുമല്ലോ. ആ ഒരു പ്ലാനിങ്ങിലാട്ടോ ഞാനിനി പണികളൊക്കെ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ആ സമയത്ത് കുറച്ച് പച്ചക്കറികളൊക്കെ വേണമായിരുന്നു. അതും പോയി കടയിൽ പോയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ഇനി ബീഫാണ് വാങ്ങിയിട്ടുള്ളത് ഇന്ന്. അപ്പോൾ ബീഫ് കറി വെക്കാനായിട്ട് അതൊക്കെ ക്ലീൻ ആക്കി എടുക്കുകയാണേ.
ബീഫ് കഴുകി വൃത്തിയാക്കിയ സമയം കൊണ്ട് അരി തിളച്ചിട്ടുണ്ട്. ഇനി അത് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ആ സമയം കൊണ്ട് അത് അവിടെ ഇരുന്ന് വേകുമല്ലോ. അപ്പം നമ്മുടെ പണി അതിൻ്റെ കൂടെ തന്നെ നടക്കുകയും ചെയ്യും. അങ്ങനെ ആ ഒരു പ്ലാനിങ്ങിലാട്ടോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഇറച്ചിയൊക്കെ കുക്കറിലേക്ക് വെച്ചിട്ട് ഇനി വേവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പൊടികളൊക്കെ ചേർത്ത് വേവിക്കാൻ വെക്കാണ്. ഞാൻ ഈ കറികളൊക്കെ വെക്കുന്ന പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതായതുകൊണ്ട് ഇത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞ് ഞാൻ ചെയ്യുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ഇതെല്ലാം കുഴച്ച് തിരുമ്മി ഇനി കുക്കർ അടച്ച് വെക്കണം കേട്ടോ. അതിന് മുന്നേ ആയിട്ട് തക്കാളിയും സവാളയും കുറച്ച് പച്ചമുളകും വേപ്പിലയും കൂടി ചേർത്ത് അതും കൂടി ഞാനിങ്ങനെ ഒരു ഗ്രേവി സെമി ഗ്രേവി ആ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ കറി വെക്കാൻ പോകുന്നത്. അതുകൊണ്ടിട്ട് ഈ സവാളയും തക്കാളിയൊക്കെ ഇപ്പോഴേ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുറുകി നന്നായിട്ട് ചാറൊക്കെ കുറുകിയിരിക്കും. അങ്ങനെ വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടാ. ഇനി ചെമ്മീനും മീനും ഒക്കെ ക്ലീനാക്കി എടുക്കണം. ആ സമയത്ത് ബീഫ് വേകുമല്ലോ. ഇത് ക്ലീനാക്കി എടുക്കുന്ന ആ സമയം കൊണ്ട് ബീഫ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചാള വറുക്കാൻ മേടിച്ചിട്ടുണ്ട്. ഈ മീനും ചെമ്മീനും അമ്മ വീട്ടിൽ നിന്ന് തന്നു വിട്ടതാട്ടോ. അപ്പോൾ അതുമൊക്കെ ക്ലീനാക്കി എടുത്ത് ഇനി മോരുകറിയും ഒരു പച്ചക്കറി എന്തെങ്കിലും ആക്കാനായിട്ട് മോരുകറിക്ക് കുമ്പളങ്ങ എടുത്ത് വേഗം വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കാണേ. മീൻകറിക്കും മോരുകറിക്കും തോരനുള്ള തേങ്ങ ഒരുമിച്ച് അങ്ങോട്ട് ചിരണ്ടി വെച്ച് പിന്നെ ഇനി തേങ്ങ ചിരണ്ടാനായിട്ട് നിൽക്കണ്ടല്ലോ. അപ്പം തന്നെ ആ കൂടെ തന്നെ അരച്ചിങ്ങോട്ട് എടുത്തിട്ട് വേഗം തന്നെ 2 രീതിയിൽ കറി മീൻകറിക്കുള്ളതും മോരുകറിക്കുള്ളതും ആക്കി വെച്ചിട്ടാ. അപ്പോൾ ആ പണി അങ്ങോട്ട് വേഗം തീർന്നത്. ആ സമയം കൊണ്ട് കറിയൊക്കെ തിളച്ചപ്പോഴത്തേക്ക് ഇനി മീനൊക്കെ ഇടാം. ഇത് നന്നായിട്ട് കറി തിളച്ചിട്ടേ ആ മീൻ ഇടാവുള്ളേ, പൊടിഞ്ഞു പോവും അധികം വേവില്ലാത്ത മീനായതുകൊണ്ട്. പിന്നെ ചാളയും വെട്ടി ക്ലീൻ ആക്കിയിട്ട് മുളകുമൊക്കെ പുരട്ടി വെച്ചിട്ടാ. പിന്നെ ആ സമയത്ത് ഇനി ചെമ്മീൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ട് അതാണ് റോസ്റ്റ് ചെയ്യാൻ എടുക്കുക. അപ്പോൾ സവാളയൊക്കെ അതിന് വേണ്ടിയാണ് അരിഞ്ഞെടുത്തത്. അപ്പോൾ ഒരടപ്പത്ത് ചെമ്മീൻ റോസ്റ്റ് ചെയ്യും, ഒരടപ്പത്ത് മീൻ വറുക്കാനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പണി ഒരുമിച്ച് അങ്ങോട്ട് കഴിയും. അങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെയാട്ടോ, ഗ്യാസിൽ വേഗം രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യും. അപ്പോൾ ഗ്യാസ് ഇങ്ങനെ വേഗം തന്നെ പണി തീരാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരടപ്പത്ത് ഒരു കാര്യം ആകുമ്പോൾ ഇപ്പുറത്തെ അടുപ്പത്ത് അടുത്ത കാര്യവും ആകുമല്ലോ. അപ്പോൾ വേഗം തന്നെ പണി തീരുമല്ലോ. അങ്ങനെ ഒരു കണക്കൂട്ടിൽ ചെയ്യുന്നതാട്ടാ. അപ്പോൾ ആ സമയത്ത് ചെമ്മീനുള്ള കാര്യങ്ങളൊക്കെ മസാലയൊക്കെ ചെയ്തിട്ട് ഇനി ചെമ്മീനും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും ചെമ്മീൻ റോസ്റ്റിനും ശരിയായിട്ടാ. ആ കൂടെ തന്നെ ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയൊക്കെ ഒന്ന് ചേർത്ത് അതൊന്ന് ആക്കി വെച്ചിട്ട് ക്യാബേജ് തോരനും ഇത് മാറ്റുമ്പോൾ അടുത്ത അടുപ്പത്തേക്ക് അതും വെക്കാം കേട്ടോ. അപ്പോൾ ക്യാബേജ് തോരനും അങ്ങനെ റെഡിയാവും. ഇനി ബീഫിനുള്ള മസാല ഉണ്ടാക്കാൻ കേട്ടോ. അതും ഞാൻ കുറേ കാണിച്ചതായതുകൊണ്ടാട്ടോ ഇത് ഓടിച്ചിങ്ങനെ കാണിക്കുന്നത്. അധികം കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യാത്ത അതുകൊണ്ടാണേ. അപ്പോൾ ബീഫ് കറിയും റെഡിയായി. അപ്പോൾ എല്ലാം ഒരുവിധം കറികളൊക്കെ റെഡിയായി. ഇനി മോര് കറിക്കുള്ള കടുക് വറുത്തിടാനായിട്ടുള്ള കാര്യം ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതും ആയിട്ടുണ്ടേ. അപ്പോൾ മോര് കറി, പപ്പടം വറുത്തത്, ക്യാബേജ് തോരൻ, ചെമ്മീൻ ഒലത്തിയത്, ചെമ്മീൻ റോസ്റ്റ്, മീൻകറി, മീൻ വറുത്തത്, ബീഫ്, ഇത്രയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്. 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് 1 മണിക്ക് മുന്നേ ആയിട്ട് നമ്മൾ ദാഹം വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്മ വീതി വെച്ചിട്ടാ അച്ഛന് വേണ്ടിയുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന ഒരു സങ്കല്പത്തിലെല്ലാം എടുത്ത് വെച്ച് ഇനി അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം അതങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ അതെടുത്തിട്ട് അമ്മയാണ് കഴിക്കുന്നത്. ബാക്കി ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഞങ്ങളിന്ന് ഇലയിലാണ് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലയൊക്കെ ഇട്ട് എല്ലാവർക്കും ഉള്ള കറികളൊക്കെ വിളമ്പി ഇനി ചോറ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ. അടുത്ത വർഷം ഇതൊക്കെ എടുത്ത് കാണുമ്പോൾ ഒരു രസമല്ലേ, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ മറന്നു പോകില്ലേ. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഇതൊക്കെ എടുത്ത് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും വരുന്ന വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.